നമസ്കാരം, ഋഷിഭോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1200 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. അവിട്ട നക്ഷത്രം 2 രാശികളിലായിട്ടാണ് വരുന്നത്. മകരക്കൂറിലും കുംഭക്കൂറിലുമാണ്. അവിട്ട നക്ഷത്രക്കാർ ചൊവ്വാദശയിലാണ് ജനിക്കുക. ചൊവ്വാദശ ആകെ 7 വർഷമാണ്. ഏകദേശം പകുതി എന്നുള്ള കണക്കുകൂട്ടലിൽ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ 3 വർഷം എന്ന് കണക്ക് കൂട്ടാം. 3 വയസ്സുവരെ ചൊവ്വാദശയും അതിനുശേഷം 21 വയസ്സുവരെ രാഹുർദശയും 37 വയസ്സുവരെ വ്യാഴദശയും 56 വയസ്സുവരെ ശനിദശയും 73 വയസ്സുവരെ ബുധദശയുമാണ് അവിട്ട നക്ഷത്രക്കാർക്ക് ലഭിക്കുക. രാഹുർദശയും ശനിദശയാണ് പൊതുവെ അവിട്ട നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലങ്ങൾ. എന്നിരുന്നാലും വ്യാഴദശയും ബുധദശയും ഒക്കെ വ്യാഴവും ബുധനും ജാതകത്തിൽ അനുകൂല സ്ഥാനത്താണെങ്കിൽ നല്ല ഫലത്തെ ലഭിക്കുന്നതാണ്. ദോഷം ദശാകാലം പറഞ്ഞിട്ടുള്ളവർക്ക് ഗുണഫലങ്ങൾ കുറയുന്നതാണ്, ദോഷഫലങ്ങൾ വർദ്ധിക്കുന്നതുമാണ്. എന്നാൽ നല്ല ദശാകാലം അനുഭവിക്കുന്നവർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്, ദോഷഫലങ്ങൾ കുറയുന്നതാണ്. നിങ്ങളുടെ ദശാകാലം ഏതാണോ അതും കൂടി കൂട്ടി വായിച്ചു വേണം ഈ ഫലത്തെ കേൾക്കുവാൻ. നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളെ ഒന്ന് നോക്കാം. മകരൻ രാശിയിലുള്ള അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ പുതുവർഷം അനുകൂലമാണ്. കമ്പ്യൂട്ടർ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നിശ്ചിത സമയത്ത് അവരുടെ തൊഴിൽ പൂർത്തിയാക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മേലധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതാണ്. തൊഴിൽ ഉദ്യോഗ കയറ്റമൊക്കെ ലഭിക്കുന്നതാണ്. രാഷ്ട്രീയത്തിലും സിനിമ മുതലായ വേദികളിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തിരക്ക് വർദ്ധിക്കുന്നതാണ്. ഗുണഫലങ്ങളും അതിനനുസരിച്ച് വർദ്ധിക്കുന്നതാണ്. ചാനൽ സിനിമാ മേഖലയുടെ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. ഇവർക്കെല്ലാം അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മകരക്കൂറുകാർക്ക് നല്ല രീതിയിൽ ഈ സമയത്തെ ആസ്വദിക്കാൻ സാധിക്കുന്ന വർഷമാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ മടിച്ചു നിൽക്കാതെ ഏറ്റെടുക്കേണ്ടതാണ്. സന്താനങ്ങളിൽ നിന്ന് നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ അവിട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും. ചെറിയ തെറ്റുകൾ കണ്ടില്ല എന്ന് നടിക്കുകയും അവരെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തുകയും ചെയ്യേണ്ടതാണ്. അവിട്ട നക്ഷത്രത്തിന്റെ അവസാനത്തെ 2 പാദം കുംഭക്കൂറിലാണ് ഉള്ളത്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷമാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പണം ചിലവ് ധാരാളമായി വരാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കുക, കരുതലെടുക്കുക. അതേപോലെ തന്നെ നഷ്ടസാധ്യതയുള്ള ബിസിനസ്സുകൾ, കരാർ ഇടപാടുകൾ തുടങ്ങിയവയിൽ നിന്ന് പിന്മാറുക, അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. പൊതുവെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നർത്ഥം. ബിസിനസ്സുകാരായിട്ടുള്ളവർ പൊതുവെ മാർക്കറ്റിൽ, വിപണിയിൽ ഉള്ള കാര്യങ്ങൾ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യേണ്ടതാണ്. അതായത് ശ്രദ്ധ കൈവിട്ടു പോകാതെ ഇരിക്കുക. അധ്യാപകരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് അവരുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള പ്രയോജനം കിട്ടുമോ എന്നുള്ള ആശങ്ക ഉണ്ടായേക്കാം. എന്നിരുന്നാലും പരിശ്രമിക്കാതെ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഇതേ ഫലങ്ങളൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട്. കരുതലെടുക്കുക, അലസത ഒഴിവാക്കുക, പ്രവർത്തിക്കുക. പൊതുവെ അവിട്ട നക്ഷത്രക്കാർ, വിശേഷിച്ച് കുംഭക്കൂറുകാർ, കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒക്കെ നയപരമായിട്ട് പെരുമാറേണ്ടതാണ്. ചെറിയ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് എടുക്കാതെ ഒഴിവാക്കേണ്ടതാണ്. എന്നിരുന്നാൽ എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ചെയ്ത് പൂർത്തിയാക്കുന്നതിന് ശ്രമിക്കേണ്ടതാണ്. കലാരംഗത്തുള്ള സ്ത്രീകൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം വില കളയുന്ന രീതിയിൽ പ്രസ്താവനകളൊക്കെ നൽകാതെ ശ്രദ്ധിക്കുക. എല്ലാ രീതിയിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല ഫലങ്ങളെ ലഭിക്കുന്നതാണ്. അപകടം പിടിച്ച കാര്യങ്ങളിലൊക്കെ പുറകോട്ട് മാറി, ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാതിരിക്കുക എന്ന് ചുരുക്കം. വീട്ടിലെ മുതിർന്ന അംഗങ്ങളുടെയൊക്കെ ആരോഗ്യ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകൾ ചെയ്യുന്നതിന് നിരവധി അവസരങ്ങൾ ലഭിച്ചേക്കാം, അതൊക്കെ പ്രയോജനപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് അവിട്ട നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്രഫലമായി പറയാനുള്ളത്. അടുത്ത ദിവസം നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷൻ
കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങിയ ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.